കഴിഞ്ഞ വീഡിയോയിൽ ഒരാൾ കമന്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട് 2018-19 മോഡൽ എർട്ടിക സെറ്റ് ചെയ്യാൻ എന്താ കാണാത്ത വരാനുണ്ടോ? എർട്ടിക വരലുണ്ട്. ലാസ്റ്റ് ഒരു 19 ഡീസൽ വണ്ടി വന്നിരുന്നു. വന്ന് അങ്ങനെ തന്നെ സെറ്റ് ചെയ്യാൻ ചോദിച്ചത് പ്ലസ് അല്ലെങ്കിൽ സെറ്റ് ചെയ്യുക ആ രീതിയിലാണ് ചോദിച്ചത്. ഞാൻ എന്തായാലും എവിടുന്നെങ്കിലും ചോദിച്ച് അറേഞ്ച് ചെയ്ത് തരും. ഇത് സെറ്റിയാണ്, പ്ലസ് അല്ല. ഏതാ മോഡല്? 2018-19 രജിസ്ട്രേഷൻ. ഫുൾ ഓപ്ഷൻ W11. ഏതാ മോഡല്? 2018 മോഡൽ W11 ഏറ്റവും ടോപ്പിന്റെ വാഹനമാണ്. എല്ലാ ഫീച്ചേഴ്സും വരുന്ന ഒരു സ്റ്റൈലിഷ് SUV ആണ്. 21 ഡീസൽ ഓട്ടോമാറ്റിക് തന്നെ, 4x4. സെയിം ഡീസൽ ഓട്ടോമാറ്റിക് 4x4 ആണ്. സിംഗിൾ ഓണർഷിപ്പ് 78,000 കിലോമീറ്റർ. കഴിഞ്ഞ വീഡിയോയിൽ ലാസ്റ്റ് വീഡിയോയില് ഒരാളെന്നോട് പറഞ്ഞിരുന്നു, ചേട്ടാ വേൾഡ് കപ്പ് ഒക്കെ തുടങ്ങാൻ പോവാണ് ഫിഫ, അപ്പോ ഏതാ ടീം എന്നൊക്കെ ചോദിച്ചിരുന്നു. ടീം ബ്രസീലാണ് എന്റെ ടീം. ബ്രസീലാ ആ കൊടുകൈ. ഓക്കെ, അപ്പൊ നിങ്ങളൊക്കെ ഏതാ ടീം എന്നുള്ളത് ദയവായിട്ടൊന്ന് കമന്റ്സിൽ രേഖപ്പെടുത്തുക. എല്ലാവർക്കും നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിതാ കാറൻ ബൈക്കിൽ എത്തിയിരിക്കുകയാണ്. കോഴിക്കോട് ഫറൂഖുള്ള കാറൻ ബൈക്കിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ 2 വർഷം വരെ വാറണ്ടി ഒക്കെ ലഭിക്കുന്ന നല്ല അടിപൊളി യൂസ്ഡ് കാറുകൾ കിട്ടുന്ന ഒരു സ്ഥലമാണ്. ഇവർ തന്നെ ഇൻസ്പെക്ട് ചെയ്തെടുക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് പുറത്തുനിന്ന് ഒരാളെ കൊണ്ടുവന്ന് ഇൻസ്പെക്ട് ചെയ്യേണ്ട ആവശ്യം പോലും വരില്ല. അങ്ങനത്തെ വാഹനങ്ങളാണ്, സർട്ടിഫൈ ചെയ്യുന്ന വാഹനങ്ങളാണ്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽ അറിയാൻ നമുക്ക് ജിതേഷിനെ സ്വാഗതം ചെയ്യാം. ജിതേഷ് വന്നോളൂ. സ്വാഗതം. എങ്ങനെ ഉണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോന്റെ? ഒരുപാട് വണ്ടി ഡെലിവറി പോയിട്ടുണ്ട്. നമ്മളൊരു താറ് കാണിച്ചിരുന്നല്ലോ. അതിന് തന്നെയായിരുന്നു ഫുള്ള് കോള്. അടിപൊളി പ്രൈസിലാണ് പോയതല്ലേ? അത് പോയി. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നും നല്ല പ്രൈസിന് കൊടുക്കാൻ ഒരുപാട് വണ്ടി ഷോക്ക് കയറിയിട്ടുണ്ട്. എല്ലാ സെഗ്മെന്റും ഉണ്ട് അല്ലേ? എല്ലാം ഉണ്ട്. സെഡാനും SUV എല്ലാം ഉണ്ട്. ഓക്കെ, ചെറുവണ്ടികളും ഒക്കെ ഉള്ള ഒരു മിക്സഡ് വീഡിയോ ആണ്. അപ്പോൾ ഏത് സെഗ്മെന്റ് വണ്ടി നോക്കുന്നവരുണ്ടെങ്കിലും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടോ. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടാം. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ 200-ലധികം ചെക്ക് പോയിന്റ്സ് നോക്കിയിട്ടാണ് ഓരോ വണ്ടി ഇവർ പർച്ചേസ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ കാര്യമായിട്ട് പേടിക്കാനില്ല. അതിന്റെ റിപ്പോർട്ട് കാര്യങ്ങളൊക്കെ കൊടുക്കാൻ പറ്റുമോ അല്ലേ? ഹിസ്റ്ററി എടുത്തു കൊടുക്കാൻ പറ്റുമോ? ഓക്കെ, എല്ലാം എടുത്തു തരുന്നതാണ്. അപ്പോൾ ആ കോൺടാക്ട് നമ്പർ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. ആ നമ്പറിലേക്ക് വിളിച്ചാൽ മതി. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കമന്റ്സ് രേഖപ്പെടുത്താനും ഒന്നും വിട്ടുപോകരുത്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം അല്ലേ? ഓക്കെ, ആദ്യ വാഹനം മഹീന്ദ്ര XUV 500 ആണ്. KL 25 അല്ലേ? 25 പുനലൂർ. പുനലൂർ രജിസ്ട്രേഷൻ വരുന്ന ഒരു XUV 500 ബ്ലാക്ക് കളർ. ഫുൾ ഓപ്ഷൻ. ഇത് ഫുൾ ഓപ്ഷൻ W11. ഏതാ മോഡല്? 2018 മോഡൽ W11 ഏറ്റവും ടോപ്പിന്റെ വാഹനമാണ്. എല്ലാ ഫീച്ചേഴ്സും വരുന്ന ഒരു സ്റ്റൈലിഷ് SUV ആണ്. ക്ലെയിമോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? മെയിൻ ഗ്ലാസ് മാത്രം. വേറെ ആക്സിഡന്റ് ക്ലെയിം കാര്യമൊന്നുമില്ല. കമ്പനി ഹിസ്റ്ററിയിലുണ്ട്. ഓക്കെ, ഡീസൽ ഓട്ടോമാറ്റിക്. ഓക്കെ, ഡീസൽ ഓട്ടോമാറ്റിക് ഒക്കെ ഫുൾ ഓപ്ഷൻ വണ്ടി. 2018 മോഡൽ. മെയിൻ ക്ലാസ് മാത്രം മാറിയിട്ട് ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ കിടക്കുന്ന വാഹനമാണ്. ഓക്കെ, കുഴപ്പമില്ലാത്ത ടയർ ഭാഗം കാര്യമൊക്കെ ഉണ്ട്. ഇപ്പൊ എടുത്തു കഴിഞ്ഞാൽ പറഞ്ഞ പണിയുണ്ടോ വണ്ടിയിൽ? ഇല്ല, എടുത്തു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാനില്ല. ഓടിക്കാന്നുള്ള ലെവലില്ല. ഓക്കെ, ഇതിന്റെയൊക്കെ പിന്നെ ഹിസ്റ്ററി എന്ന് വെച്ചാൽ ഇവരെ തന്നെ സ്വന്തം മോട്ടോർ സപ്പർ ഉണ്ട്, എല്ലാം എടുത്തു തരും കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പോ കിലോമീറ്റർ എത്രയായി? 1,69,000 ഓടിയിട്ടുണ്ട്. പ്രോപ്പർ സർവീസും കാര്യം പോയ വണ്ടി. ശരി. ഓക്കെ, 1,69 ഓട്ടം പോയിട്ടുണ്ട് അത്യാവശ്യം. അപ്പൊ താല്പര്യമുണ്ട് എന്തായാലും വിളിച്ചോ. നമുക്ക് ഇത് എത്ര കൊടുക്കാം? നമുക്ക് ഫൈനൽ ഒരു 8,75 കൊടുക്കാം. 8,75,000 രൂപയ്ക്ക് 18 മോഡൽ ഫുൾ ഓപ്ഷൻ ഡീസൽ ഓട്ടോമാറ്റിക് വണ്ടി. മാക്സിമം ലോണും കയറില്ലേ? മാക്സിമം ലോൺ വരും. അടുത്തത് ഹ്യുണ്ടായി ക്രെറ്റയാണ്. KL 11 കോഴിക്കോട് രജിസ്ട്രേഷൻ. 2 ക്രെറ്റ ഇവിടെ ഉണ്ട്. ആദ്യം ഇത് പരിചയപ്പെടാം. 2016 ഡീസൽ ഓട്ടോമാറ്റിക് SX വേരിയന്റ്. ഓക്കെ, ഫുൾ ഓപ്ഷൻ തൊട്ട് താഴെ വരുന്നത്. സിംഗിൾ ഓണർഷിപ്പിൽ ക്ലെയിം കാര്യമൊന്നുമില്ല. 0 ക്ലെയിം ആണ്. 91,000 കിലോമീറ്റർ റൺ ചെയ്തിട്ടുള്ളത്. ഓക്കെ, പ്രോപ്പർ ഹിസ്റ്ററി ഉണ്ട്? ഹിസ്റ്ററിയും കാര്യങ്ങളും. ഓക്കെ, ഹിസ്റ്ററി ഉണ്ട്. 91,000 ഡീസൽ ഓട്ടോമാറ്റിക്. ഫുൾ ഓപ്ഷന് തൊട്ട് താഴെ ഓപ്ഷൻ വരുന്ന SX ഓപ്ഷൻ വരുന്ന ക്രെറ്റയാണ്. ഡീസൽ ഓട്ടോമാറ്റിക് ആകുമ്പോൾ ഒരു 14-15 വരെയൊക്കെ മൈലേജ് കിട്ടും. ഓക്കെ, ലോങ്ങിലൊക്കെ പിടിക്കുകയാണ് 14-15 വരെയൊക്കെ മൈലേജ് കിട്ടും. എന്തെങ്കിലും ക്ലെയിം ഉണ്ടോ വണ്ടിയിൽ? ക്ലെയിം കാര്യമൊന്നുമില്ല. 0 ക്ലെയിം ആണ്. ഓക്കെ, അപ്പോൾ ഒരു ഡീസൽ ഓട്ടോമാറ്റിക് കോമ്പാക്ട് SUV തപ്പുന്നവരുണ്ടെങ്കിൽ അടിപൊളി ഒരു മോഡലാണ്, എടുക്കാൻ പറ്റിയൊരു മോഡലാണ്. അവർ വർഷം സംബന്ധിച്ച് വലിയൊരു ഓട്ടം പോയിട്ടില്ല, അങ്ങനെയല്ല, അവർ സംബന്ധിച്ച് കുറവാണ്, കൂടുതൽ ഓടിയിട്ടില്ല. ഓക്കെ, പിന്നെ എത്രയാ നമുക്ക് ഫൈനൽ ഒരു 8,25 കൊടുക്കാം. ഫൈനൽ. ഓക്കെ, 8,25,000 രൂപയ്ക്ക് ഡീസൽ ഓട്ടോമാറ്റിക് 16 മോഡൽ ക്രെറ്റ നിങ്ങൾക്ക് കൊണ്ടുപോകാം. ലോൺ ഒരു 7 സിബിലൊക്കെ മാക്സിമം കയറ്റി കൊടുക്കാം. ബിലോ 50,000 ഒക്കെ ഉണ്ടെങ്കിൽ ഇറക്കി കൊടുക്കാം. ഹോണ്ട അമേസ് ആണ് അടുത്ത വാഹനം. KL 7 എറണാകുളം രജിസ്ട്രേഷൻ. അമേസിന്റെ 3rd ജനറേഷൻ വാഹനമാണ്. ഏതാ മോഡൽ? ഇത് 2019 ഡീസൽ. 19 ഡീസൽ മാനുവൽ V വേരിയന്റ്. ഡീസൽ മാനുവൽ V ആണ്. VX ഇതിന്റെ തൊട്ട് മേലെ വരും, അതിന്റെ തൊട്ട് താഴെ വരുന്ന ഓപ്ഷനാണ്. പക്ഷേ ഇതിൽ തന്നെ പുഷ് ബട്ടൺ അലോയ്സ് ഒക്കെ ഉണ്ട് ഇല്ലേ? അതെ, അങ്ങനത്തെ ഫീച്ചേഴ്സ് ഒക്കെ വരുന്നുണ്ട്. ഓക്കെ,
പിന്നെ മൈലേജ് ഉണ്ടാവേ, നല്ല മൈലേജ് ഉണ്ടാവും. 18-20 റേഞ്ച് എന്തായാലും കിട്ടും. ലോങ്ങിലൊക്കെ നമ്മൾ സ്മൂത്ത് ആയിട്ട് ഓടിക്കുകയാണ് 20 മേലെ കിട്ടും. ക്ലെയിം എന്തെങ്കിലും ഉണ്ടോ? ബോണറ്റ് മാത്രം. കമ്പനി എന്ന് പറയുന്നതാ? ആ കമ്പനി ഇൻഷുർ ക്ലെയിം ഏതാ? ഓക്കെ, ബോണറ്റ് മാത്രം മാറിയിട്ടുള്ളൂ, വേറൊരു ക്ലെയിമും ഇല്ല. സിംഗിൾ ഓണർഷിപ്പ് തന്നെ? സെക്കൻഡ് ഓണർഷിപ്പ്. ഓക്കെ. ഓട്ടം എത്ര പോയി? 1.39 ഓട്ടം. 1,39,000 ഓട്ടം പോയിട്ടുണ്ട്. ഹോണ്ടയാണ്, വലിയ പണിയൊന്നും വരില്ല, ഡീസൽ വണ്ടിയല്ലേ. പലരും എന്നോട് ചോദിക്കാറുണ്ട് അങ്ങനെ എടുത്താൽ പണിയുണ്ടോ. ഹോണ്ട ടൊയോട്ടൊക്കെ അത്രയൊന്നും വലിയ പണി വരില്ല. മെയിൻ്റനൻസ് തന്നെ കൊണ്ടുനടക്കാൻ പറ്റുന്ന വണ്ടിയാണ്. എത്ര ഇപ്പൊ ഫൈനൽ? നമുക്ക് ഫൈനൽ ഒരു 6.30 കൊടുക്കാം. 6,30,000 ഫൈനൽ കൊടുക്കാം. ഓക്കെ. 19 ചെറിയ എന്തെങ്കിലും മാറ്റം വന്നാൽ നമുക്ക് ചെയ്ത് കൊടുക്കട്ടോ. ഓക്കെ. 19 6.30 ഡീസൽ വി ഓപ്ഷൻ മാനുവൽ വാഹനം കൊണ്ട്. ഓക്കെ. അപ്പൊ താല്പര്യം ഉണ്ടോ നോക്കിക്കോ. മാക്സിമം ഒരു 80% ലോണും കയറില്ല. ലോണൊക്കെ മാക്സിമം കയറി. അടുത്ത ക്രെറ്റയാണ് KL 55, മലപ്പുറം തിരൂർ രജിസ്ട്രേഷൻ വരുന്ന വാഹനം. അതെ. ഏതാ മോഡൽ ഇത്? 2017 E+ എന്ന് പറയുമ്പോൾ സെക്കൻഡ് ഓപ്ഷൻ ആണ്. പക്ഷെ ഇതിൽ തന്നെ മിറർ അഡ്ജസ്റ്റ്മെന്റ് അടക്കമുള്ള ഫീച്ചേഴ്സ് ഉണ്ടാവും. അഡീഷണലി ടച്ച് സ്ക്രീൻ, അലോയ് വീൽ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അലോയ് വീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് ഫീച്ചേഴ്സ് ഒക്കെ ആയിട്ടുണ്ട്. ഒരു മിഡിൽ ഓപ്ഷൻ മേലെ പോയിട്ടുണ്ട് വണ്ടി. അതെ. ബാക്കി സിംഗിൾ ഓണർഷിപ്പ് ആണ്. ക്ലെയിം കാര്യങ്ങളൊന്നുമില്ല. ഒരു ക്ലെയിമും ഇല്ല. ഓക്കെ. ഡീസൽ മാനുവൽ. ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ മൈലേജ് ഉണ്ടാവും. 14-16 റേഞ്ച് ഒക്കെ ഏകദേശം മൈലേജ് കിട്ടും. മാനുവല്ലേ എന്തായാലും കിട്ടും. ക്ലെയിമും കാര്യമൊന്നുമില്ല അല്ലേ? ഓക്കെ. ഇപ്പൊ ടയർ ഭാഗമൊക്കെ ഉണ്ട്. അലോയ്സ് ആഫ്റ്റർ മാർക്കറ്റ് ഹ്യുണ്ടായിന്റെ അലോയ് അല്ല, വേറെ ഇതാ ചെയ്തത്. ഓക്കെ. അപ്പൊ എത്ര ഇത് ഫൈനൽ? ഫൈനൽ ഒരു 6.20 കൊടുക്കാം. 6,20,000 രൂപയ്ക്ക് 2017 ഡീസൽ മാനുവൽ ക്രെറ്റ നിങ്ങൾക്ക് കൊണ്ടുപോകാം. സെക്കൻഡ് ഓപ്ഷൻ ആണ്. സിംഗിൾ ഓണർഷിപ്പ്. സോറി, സെക്കൻഡ് ഓപ്ഷൻ ആണ്. സിംഗിൾ ഓണർഷിപ്പില് സെക്കൻഡ് ഓപ്ഷൻ ആണ് വണ്ടി. പിന്നെ അലോയ്സും കാര്യങ്ങളൊക്കെ ടച്ച് സ്ക്രീൻ ഒക്കെ അഡീഷൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ താല്പര്യം എന്തായാലും വിളിച്ചോ. ഫുൾ ഓൺ കയറോ? മാക്സിമം ചെയ്ത് കൊടുക്കാം. ഇവിടെ ഇപ്പൊ 4 മഹീന്ദ്ര താർ ഉണ്ട് കേട്ടോ. ഒന്ന് അടിപൊളിയായിട്ട് മോഡിഫൈ ചെയ്ത ഒരു ഗ്രീൻ കളർ താർ ഉണ്ട്. പിന്നെ ഒന്ന് ഡീസൽ ഓട്ടോമാറ്റിക്, ഡീസൽ മാനുവൽ, ഡീസൽ ഓട്ടോമാറ്റിക്, പിന്നെ പെട്രോൾ ഓട്ടോമാറ്റിക്. ഓക്കെ, അങ്ങനെ 4 ഉണ്ട്. അപ്പൊ നമ്മൾ 2 പരിചയപ്പെടുത്തരാം. ഇത് ഗ്രേ കളറാണ്. KL 11 കോഴിക്കോട് രജിസ്ട്രേഷൻ. ഏതാ മോഡൽ? 2021 ഡീസൽ ഓട്ടോമാറ്റിക് 4x4. ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. 21 ഡീസൽ ഓട്ടോമാറ്റിക് സ്റ്റോക്ക് കണ്ടീഷൻ വണ്ടിയാണ്. ഒന്നും അഡീഷണൽ ചെയ്തിട്ടില്ല. നല്ല ടയേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം ക്ലെയിമും കാര്യമൊന്നുമില്ല. സിംഗിൾ ഓണർഷിപ്പിൽ 83,000 കിലോമീറ്റർ. 83,000 സിംഗിൾ ഓണർഷിപ്പ് തന്നെ കിടക്കുന്ന വാഹനമാണ്. വേറെ ഒരു ക്ലെയിമും ഇല്ല. നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ്. അപ്പോ എത്രയാ ഫൈനൽ? നമുക്ക് ഫൈനൽ 13.75 മാസ്ക് ചെയ്യുന്ന മാനായിട്ട് എന്താ ചെയ്ത് കൊടുക്കാം. ഡീസൽ ഓട്ടോമാറ്റിക് 21 മോഡൽ 13.45 ചോദ്യം. ഓക്കെ, എന്തെങ്കിലും മാറ്റം ചെയ്തു തരും. ലോണും 90% ലോണും ചെയ്ത് കൊടുക്കാം. 2 വർഷം വാറന്റിയും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന വണ്ടി പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ താല്പര്യമുണ്ട് എന്തായാലും നോക്കിക്കോ. പിന്നെ ഹിസ്റ്ററി തൊട്ടപ്പുറത്ത് തന്നെ ഇവരെ ഷോറൂം എടുത്തു തരും. ഓക്കെ, എല്ലാം ക്ലിയർ ചെയ്ത് തരും. ഓക്കെ, അടുത്ത താറാണ് KL 65 തിരൂരങ്ങാടി രജിസ്ട്രേഷൻ. ഇതിൽ ഹെഡ്ലൈറ്റ് കാര്യങ്ങളൊക്കെ അഡീഷണൽ ചെയ്തിട്ടുണ്ട്. 360 ക്യാമറ ചെയ്തിട്ടുണ്ടല്ലോ. ഓക്കെ, റെഡ് കളറുമാണ്. ഏതാ മോഡല്? 2021 ഡീസൽ ഓട്ടോമാറ്റിക് തന്നെ 4x4. സെയിം ഡീസൽ ഓട്ടോമാറ്റിക് 4x4 ആണ്. സിംഗിൾ ഓണർഷിപ്പ് 78,000 കിലോമീറ്റർ. സിംഗിൾ ഓണർഷിപ്പിൽ 78,000. ഓക്കെ, ക്ലെയിം ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ സെയിം എമൗണ്ട് ഇല്ല. സെയിം എമൗണ്ട് മാനുവായിട്ട് അതും ചെയ്ത് കൊടുക്കാം. ഓക്കെ, സെയിം റേറ്റ് തന്നെയാണ് ചോദിക്കുന്നത്. മാന്യമായ രീതിയിൽ കുറച്ച് തരും. പിന്നെ ഇതും നല്ല ടയേഴ്സ് ആണ്. വേറെ എടുത്തു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാനില്ല. ഒന്നും ചെയ്യാനില്ല. ഓക്കെ, നമ്മുടെ സർവീസും കാര്യമൊക്കെ ചെയ്തിട്ടാണ് കൊടുക്കും. കിലോമീറ്റർ പറഞ്ഞു ഇതിന്റെ? ഇത് കിലോമീറ്റർ 78,000. അത് കുറച്ച് എംബോഡി 83 78. ഓക്കെ, 5,000 കിലോമീറ്റർ കുറവാണ്. അപ്പോൾ താല്പര്യം ഉണ്ടോ നോക്കിക്കോ. ഡീസൽ ഓട്ടോമാറ്റിക് 4x4 ആണ്. അടുത്തത് കോമ്പാക്ട് SUV തന്നെ വിറ്റാര ബ്രസ KL 55 മലപ്പുറം തിരൂർ രജിസ്ട്രേഷൻ വാഹനം. ഫുൾ ഓപ്ഷൻ ഇത് ZDI. ഓക്കെ, ഏറ്റവും ഫുൾ ഓപ്ഷൻ. കഴിഞ്ഞ വീഡിയോയിൽ ഒരാളെ കമന്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട് 2018-19 മോഡൽ എർട്ടിക ZDI ഒന്നും എന്താ കാണാതെ? വരാനുണ്ടോ എർട്ടിക? വരലുണ്ട്. ലാസ്റ്റ് ഒരു 19 ഡീസൽ വണ്ടി വന്നിരുന്നു. വന്ന് അങ്ങനെ തന്നെ ZDI ചോദിച്ചത്. പ്ലസ് അല്ലെങ്കിൽ ZDI ആ രീതിയിലാണ് ചോദിച്ചത്. ഞാൻ എന്തായാലും എവിടുന്നെങ്കിലും ചോദിച്ച് അറേഞ്ച് ചെയ്ത് തരും. ഇത് ZDI ആണ്, പ്ലസ് അല്ല. ഏതാ മോഡല്? 2018-19 രജിസ്ട്രേഷൻ. 18 മോഡലും 19 രജിസ്ട്രേഷൻ. കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് ആണ്. 1.10 ഓടിയിട്ടുള്ളൂ. ഓട്ടോമാറ്റിക്. ഓക്കെ, ഡീസൽ ഓട്ടോമാറ്റിക് ഫുൾ ഓപ്ഷന് തൊട്ട് താഴെ. പക്ഷെ ഇതിൽ തന്നെ പുഷ് ബട്ടൺ അലോയ്സും പ്രൊജക്ടർ ഹെഡ് ലാമ്പ് എല്ലാം ഫീച്ചേഴ്സ് എല്ലാം ഇതിൽ തന്നെ വരുന്നുണ്ട്. 19 രജിസ്ട്രേഷൻ വരുന്നുണ്ട്. 18 മോഡലും. ക്ലെയിം ഒന്നുമില്ലല്ലോ. ക്ലെയിം കാര്യമൊന്നുമില്ല. ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. മൈലേജ് ഉണ്ടാവും ഒരു 16-19 റേഞ്ച് ഒക്കെ ഏകദേശം മൈലേജ് കിട്ടും ഡീസൽ ഓട്ടോമാറ്റിക് ആയിരുന്നു. ഓക്കെ, അപ്പോൾ എത്രയാ ചോദ്യം? നമുക്ക് ഫൈനൽ 7.25 കൊടുക്കാം.
7,25,000. ഓക്കെ. അപ്പോൾ ലോണും മാക്സിമം എന്തായാലും കയറാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഡെയിലി യൂസിന് പറ്റിയ ഒരു ഡീസൽ വണ്ടി, ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് തന്നെ ട്രാഫിക്കിലൊന്നും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു വണ്ടി നോക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും എടുക്കാൻ പറ്റിയൊരു വാഹനമാണ്. ഓക്കെ, അടുത്ത വണ്ടി കിയ സോണറ്റ് ആണ് അടുത്തത്. KL11 കോഴിക്കോട് വണ്ടി തന്നെയാണ്. ഇതേതാ ഓപ്ഷൻ? 2022 HTX. HTX എന്ന് വെച്ചാൽ X+ GT ലൈൻ, അങ്ങനെ 2 ഓപ്ഷൻ കൂടി ഇതിന്റെ മേലെ ഉണ്ട്. പക്ഷെ ഇതിൽ തന്നെ പുഷ് ബട്ടൺ, അലോയ്സ്, സൺറൂഫ് കാര്യങ്ങളൊക്കെ എല്ലാം ഓൾമോസ്റ്റ് ഫീച്ചേഴ്സ് ഒക്കെ വരും. സീറ്റ് വെന്റിലേഷൻ ഉണ്ടാവില്ല, വയർലെസ് ചാർജർ ഉണ്ടാവില്ല, ഇങ്ങനത്തെ മാറ്റാണ് കാര്യമായിട്ടുള്ളത്. ഓക്കെ, 22 ഡീസൽ ഓട്ടോമാറ്റിക്. ഓക്കെ, വേറൊരു വണ്ടി കൂടിയതാ ഡീസൽ ഓട്ടോമാറ്റിക്. ഓക്കെ, ഇതിനും മൈലേജ് ഉണ്ടാവും, സെയിം പറഞ്ഞ പോലെ തന്നെ 18-19 റേഞ്ച് ഒക്കെ മൈലേജ് എന്തായാലും കിട്ടും. ക്ലെയിം ഉണ്ട് എന്തെങ്കിലും? ക്ലെയിം കാര്യമൊന്നുമില്ല, ഹിസ്റ്ററി എല്ലാം എടുത്തു വരും. കിലോമീറ്റർ 55,000 ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഒരു വണ്ടി. ഡീസൽ ഓട്ടോമാറ്റിക് ആയിട്ട് ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അപ്പോൾ ഒരു ക്ലെയിം ഇല്ലാത്ത നല്ലൊരു സോണറ്റ്. പിന്നെ സ്ക്രാച്ച് നമ്മൾ ക്ലിയർ ചെയ്ത് കൊടുത്തു എല്ലാം. നിങ്ങൾ ഫുൾ ബോഡി പോളിഷിങ്, ഇന്റീരിയർ ക്ലീനിങ്, എഞ്ചിൻ റൂം ഡീറ്റെയിലിംഗ് കാര്യം ചെയ്തിട്ടാ കൊടുക്കുക. നല്ലൊരു നീറ്റ് ആക്കിയിട്ടാ കൈ തരുള്ളൂ. നമ്മളിപ്പോ വീഡിയോ കാണിക്കുന്ന കണ്ടീഷനിലായിരിക്കില്ല നിങ്ങൾക്ക് വണ്ടി കിട്ടുക. ഓക്കെ, അപ്പോ എത്ര നമുക്ക് ആസ്കിങ് 9,90,000 ആണ്, മാന്യമായിട്ട് ചെയ്ത് കൊടുക്കുക. 9,90,000 2022 ഡീസൽ ഓട്ടോമാറ്റിക് HTX സോണറ്റ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്, സിംഗിൾ ഓണർഷിപ്പ് അല്ലേ? അപ്പൊ താല്പര്യം എന്തായാലും നോക്കിയോ, ഇതൊക്കെ വാറണ്ടി കവറാകുന്ന 2 വർഷം വാറണ്ടി കൊടുക്കണം. ഓക്കെ, അപ്പൊ അടുത്ത വണ്ടി നമ്മുടെ ഇന്നത്തെ അവസാനത്തെ വാഹനമാണ്. 2 ലിവയാണ്. ഓക്കെ, 2 ലിവ. ഒന്ന് ലിവാൻ്റെ ഐക്കോണിക് കളറാണ്, റെഡ് ആൻഡ് ബ്ലാക്ക്. ഒന്ന് സിൽവർ കോമൺ. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും നമുക്ക് പരിചയപ്പെടാം. ആദ്യം നമുക്ക് റെഡിൽ തുടങ്ങാം. ഇതേതാ മോഡല്? 2017 VX പെട്രോള്. ഓക്കെ, സിംഗിൾ ഓണർ, 83,000 കിലോമീറ്റർ. ഓക്കെ, ഫുൾ ഓപ്ഷൻ പെട്രോൾ വാഹനമാണ്. 17,83,000 സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന വണ്ടി. ഒരു ക്ലെയിമും ഇല്ല. KL11 കോഴിക്കോട് രജിസ്ട്രേഷൻ ആണ്. പെട്രോൾ ആകുമ്പോൾ ഒരു 12-15 റേഞ്ചൊക്കെ ഏകദേശം മൈലേജ് കിട്ടും. പിന്നെ സിമ്പിൾ മെയിൻ്റനൻസ് കൊണ്ടടക്കാൻ പറ്റിയ ഒരു ഹാഷ് ബാക്ക് ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്കിത് എത്ര കൊടുക്കാം? ഇത് നമ്മൾ 5-10 ആസ്ക് ചെയ്യുന്നത്, മാന്യമായിട്ട് നെഗോഷ്യബിൾ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ചോദ്യമാണ് 5-10. 2017 ഫുൾ ഓപ്ഷൻ പെട്രോൾ വണ്ടി, സിംഗിൾ ഓണർഷിപ്പ്, ഒരു ക്ലെയിമും ഇല്ല. അപ്പൊ താല്പര്യം ഉണ്ടെങ്കിൽ വിളിച്ചോ, എത്ര കിലോമീറ്റർ വേണമെങ്കിലും കിടന്നു ഓടിക്കോളാം. ഓക്കെ, അപ്പൊ താല്പര്യം എന്തായാലും വിളിച്ചോ. വാറണ്ടി കിട്ടുമോ? ഇതിന് 1 വർഷം വാറണ്ടി കൊടുക്കാം. 1 ഇയർ എൻജിൻ ഗിയർ ബോക്സ് ഇവരുടെ വാറണ്ടി ഇട്ട് കയറാൻ പറ്റില്ല. ഓക്കെ, ലോൺ ഒരു 4 വരെ മാക്സിമം ചെയ്തെടുക്കാം. ഓക്കെ, അടുത്തതാ വേറെ ലിവ KL11 തന്നെയാണ്. ഇത് കോഴിക്കോട് വണ്ടി തന്നെ, പക്ഷെ ഇത് ഡീസൽ അല്ല, വി ആണ്. ഓക്കെ, VXD അല്ലേ? അങ്ങനെ GVVD അല്ല, VXD അങ്ങനെ വരും. ഓക്കെ, അപ്പൊ ഇത് വി ആണ്. ഇതിൽ അലോയ്സ് ഉണ്ടാവില്ല, പക്ഷെ അഡീഷണലി ചെയ്തിട്ടുണ്ട് അലോയ്സ്. പിന്നെ ഇതിന്റെ ഹൈലൈറ്റ് മൈലേജ് ആണ്. നല്ല മൈലേജ് ഉണ്ട്. 20-20 മേലെ തന്നെ ഏകദേശം മൈലേജ് കിട്ടും. മോഡൽ ഏതാ? 2018 സിംഗിൾ ഓണർഷിപ്പ്, 140 ഓടിയിട്ടുണ്ട്. പ്രോപ്പർ സർവീസും കാര്യം പോയ വണ്ടിയാ. ഓക്കെ, വി വേരിയന്റ്. ലിവ നോക്കുന്നവർ അറിയായിരിക്കും. പിന്നെ അതിന്റെ കിലോമീറ്റർ കാര്യമൊക്കെ നോക്കണമെങ്കിൽ ഓക്കെ, നിങ്ങൾക്ക് താല്പര്യമുണ്ട് എന്തായാലും നോക്കാം. 140 ഓട്ടം പോയിട്ടുണ്ട്. വാറണ്ടി എന്തായാലും കിട്ടൂല, വെള്ളാക്കിന്റെ മേലോടെ ഉണ്ട്. പക്ഷെ ഇവര് ഇൻസ്പെക്ട് ചെയ്തെടുത്ത വണ്ടിയാണ്. വേറെ ക്ലെയിം ഒന്നും മെയിൻ ഗ്ലാസ് മാത്രം. ഓക്കെ, അപ്പൊ എത്രയാണ് നമ്മുടെ ഫൈൻ? നമ്മള് 6-30 ആണ് ആസ്ക് ചെയ്യുന്നത്, നോക്കിയിട്ട് ചെയ്തെടുക്കാം. 6,30,000 18 വി ഡീസൽ VD ആണ് ഓപ്ഷൻ വരുന്നത്. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ എന്തായാലും വിളിച്ചോ. അഡീഷണൽ അലോയ്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, തൽക്കാലം നമ്മൾ നിർത്താണ്. അപ്പോൾ കാറിൻ ടെക്കിൻ്റെ കോൺടാക്ട് നമ്പർ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തന്നെ കമൻസിൽ രേഖപ്പെടുത്തുക. കഴിഞ്ഞ വീഡിയോയിൽ ലാസ്റ്റ് വീഡിയോയിൽ ഒരാളെന്നോട് പറഞ്ഞിരുന്നു, ചേട്ടാ വേൾഡ് കപ്പ് ഒക്കെ തുടങ്ങാൻ പോവാണ് ഫിഫ, അപ്പോൾ ഏതാ ടീം എന്നൊക്കെ ചോദിച്ചിരുന്നു. ടീം ബ്രസീലാണ് എൻ്റെ ടീം. ഏതാ ടീം? ബ്രസീലാ? ആ കൊടുകൈ. ഓക്കെ, അപ്പോൾ നിങ്ങളൊക്കെ ഏതാ ടീം എന്നുള്ളത് ദയവായിട്ടൊന്ന് കമൻസിൽ രേഖപ്പെടുത്ത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. എല്ലാവർക്കും ഒരു അടിപൊളി രാത്രി നേരുന്നു. അപ്പോൾ താങ്ക് യു. ഓക്കെ, താങ്ക് യു, ബൈ.